മന്ത്രിയുടെ വീട്ടിൽ മോഷണ ശ്രമം. വടക്കാഞ്ചേരി വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ്റെ വീട്ടിൽ മോഷണ ശ്രമം നടന്നു. മന്ത്രിയുടെ വീട്ടിൽ കള്ളം കയറി മോഷ്ടിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെയൊക്കെ അവസ്ഥ എന്തായിരുന്നു? എന്താടാ ഇത്? ആരെ ഇവിടെ അടുപ്പ് കൂട്ടാൻ പറഞ്ഞത്? അടുപ്പ് കൂട്ടാൻ എന്നെ ആരെങ്കിലും പഠിപ്പിക്കണോ സാറേ? ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന പണിയാ. അതല്ല, ഇവിടെ അടുപ്പ് കൂട്ടാൻ ആരാ പറഞ്ഞതെന്ന്? അടുപ്പ് കൂട്ടിയാലേ ആഹാരം വെക്കാൻ പറ്റത്തുള്ളൂ. ആഹാരമൊക്കെ വല്ല ഹോട്ടലിൽ നിന്ന് പോയി വാങ്ങിച്ചോണം. ഹോട്ടലിൽ നിന്നോ? ഷൂട്ടിങ്ങിന് ഇവിടെ പെർമിഷൻ ചോദിച്ചപ്പോൾ ഈ ഹാള് മാത്രം മതി, ഒരു 2 മണിക്കൂർ നേരം വീടൊന്നും കേടാക്കില്ലെന്ന് പറഞ്ഞിട്ട് ഈ ടൈലൊക്കെ കേടാൻ ആര് സമാധാനം പറയും? അല്ല ഇതിപ്പോ ഇവിടെ കഞ്ഞിയും വെച്ച് കുടിച്ച് തമ്പടിക്കാനാണ് ഭാവം ചെയ്യാൻ നടക്കില്ല. തീ അണയ്ക്കാ ഇങ്ങ് വാ വന്നേ, ഒരു ദിവസത്തേക്കല്ലേ അവരങ്ങ് വെച്ചോട്ടെ. ഇതേ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചേക്കുന്നു. വാ, BP കൂട്ടാണ്ട് വന്ന് കഴിക്കും. നീ ഒറ്റ വരുത്തിയ ഈ വിനകളല്ല ഇതിനകത്തോട്ട് വിളിച്ച് കയറ്റിയത്. ദേ ഇവിടെ ഒന്നും വൃത്തിയോടെ അങ്ങാട്ട് ചെയ്തോണം കേട്ടോ. ശരി ചേച്ചി. പാവങ്ങളല്ലേ ഇന്ന് ദിവസത്തേക്ക് വെച്ചോട്ടെ. ഹോട്ടലിൽ നിന്ന് പോയി കഴിക്കലും പോലും ഇവിടെ ആർക്കും കൊടുക്കാനും പൈസയില്ല, നാരങ്ങ വെള്ളം മേടിക്കാനും പൈസയില്ല. വേണമെങ്കിൽ കഴിച്ചാൽ മതി. കയ്യും വെന്ത്. നിങ്ങൾക്കിത് എന്ത് ദേഷ്യ? ആൾക്കാർ പേടിച്ചു പോകത്തില്ലേ? സ്വന്തം വീടിനോട് സ്നേഹമുള്ള എല്ലാവർക്കും തോന്നുന്നതായി ദേഷ്യം. പോക്കർത്തനല്ലോ അവന്മാർ കാണിച്ചത്. നീ എന്നെ പറ, ഇന്ന് വരെ ഞാൻ അടുക്കളയിൽ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് അത് ചെയ്യുന്നു. ആർക്ക് വേണ്ടി? അവന്മാർക്ക് വേണ്ടി. അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പൊ ഒട്ടാത്തിന് ഇടം കൊടുത്ത പോലെ ആയിപ്പോയില്ലേ? ഒരു ദോഷം കൂടി തരട്ടെ. എന്നൊക്കെ പറഞ്ഞാലും അടുക്കളയിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നതിന്റെ ഒരു രസം വേറെ തന്നെയാണ്. അയ്യടാ, നല്ല കാര്യം. ആ ഫോണൊന്നും എടുത്ത്. ചേട്ടാ, ഹലോ ശർമാജി. യുവമാരെ കൊണ്ട് തോറ്റു. ഒന്നുമില്ല ശർമാജി, ഞാൻ ഇവിടെ പറഞ്ഞതാ. താൻ എവിടെ? ഇന്ന് വരുന്നില്ലേ? ഞാനിന്ന് എത്താൻ ഒരു 2 മണിക്കൂർ വൈകും. വേറൊന്നുമില്ല, ഇവിടെ കുറെ ഷൂട്ടിംഗ് പാർട്ടീസ് എത്തിയിട്ടുണ്ട്. സിനിമ ഷൂട്ടിംഗ്. അതെ, നമ്മുടെ വീടൊക്കെ കണ്ടിട്ട് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ ശ്രീമതി പൊങ്ങി നിൽക്കുക. സിനിമാ നടിമാരെയൊക്കെ കണ്ടതിൻ്റെ ത്രില്ല്. അവരൊക്കെ ഒറിജിനൽ സിനിമാക്കാരാണോ? മോഹൻ, ഓഡിറ്റർ മോഹൻ, അങ്കമാലി. ഓഹോ ഓഹോ, ഇതെപ്പോഴായിരുന്നു? പത്രത്തിൽ വായിച്ചതായിട്ട് ഞാനും ഓർക്കുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഒന്ന് ചോദിച്ചപ്പോൾ 2 മണിക്കൂർ പെർമിഷനാണ് ചോദിച്ചത്. പിന്നെ ഇവളുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കൊടുത്തു പോയത്. വിഷമിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം. ഓ തീർച്ചയായിട്ടും എത്തിക്കോളാം. ഓക്കെ ഓക്കെ ജി. എന്തുറ്റി? അങ്കമാലിയിലുള്ള ഓഡിറ്റർ മോഹനല്ലേ, അവൻ്റെ വീട്ടിൽ ഇതേപോലെ ഷൂട്ടിങ്ങിന് ചെന്നിട്ട് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന്. ഇവന്മാരും കുഴപ്പക്കാരല്ലോ ആണോ? ഇവരങ്ങനൊന്നുള്ളവരായിരിക്കില്ല. ആ കുട്ടീനെ നമ്മൾ സീരിയലിലൊക്കെ കാണാറില്ലല്ലേ. അതുകൊണ്ട് ഇടീ സീരിയൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ഡെയിലി പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഷൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്താൻ, നമ്മുടെ കണ്ണിൽ മണ്ണിടാൻ വേണ്ടി ഷൂട്ട് ചെയ്യുന്നതായിട്ട് അവർ ഇങ്ങനെ കാണിക്കും. ഇതിൻ്റെ ഇടയിൽ ഒക്കെങ്കിൽ സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് പിന്നീട് വീട്ടിൽ ആളില്ലാത്തപ്പോൾ അവന്മാർ കടന്നു വന്ന് എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകും. തോന്നുന്നതല്ല, എനിക്ക് അവന്മാരുടെ നോട്ടവും ഭാവവും ഒക്കെ എന്തോ പെശകുണ്ട്. എനിക്ക് ആദ്യമേ സംശയം തോന്നി. നീ നിർബന്ധിച്ച് പറഞ്ഞുണ്ടായി കൊടുത്തത്. കാര്യം ചെയ്യാം, കോൺസ്റ്റന്റ് ആയിട്ട് അവന്മാരൊന്ന് നിരീക്ഷിക്കാം. ഒരു വാച്ചിങ് അത് വേണ്ടി വരും. ദോശയും കഴിച്ചോണ്ടിരുന്നാലേ അവന്മാർ സാധനങ്ങൾ അടിച്ചോണ്ട് പോകും. ഇനി എടുക്കാൻ പോകുന്ന സീൻ ഗോവിന്ദൻകുട്ടി സന്ധ്യയുമായി ഒളിച്ചോടുന്ന സീനാണ്. ഡയലോഗ് പിടിച്ചോ. എന്താ സാർ? ഗോവിന്ദൻകുട്ടി സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറിട്ട്. സാർ എന്ത് വർത്തമാനം എന്താ പറയണത്? ഗോവിന്ദൻകുട്ടി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വീട്ടുകാർ കാണത്തില്ലേ? എന്ത് ചെയ്യും? നമുക്ക് പൈപ്പ് ലൈൻ വഴി കയറ്റാം.
പൈപ്പ് ലൈൻ വഴി കയറി ശരിയാവൂ. അതെന്താ? അതിന് മേലെ തറ വീണ പ്രശ്നമാവൂലേ? വീഴരുത്, വീഴാതെ കാരണം അതാണല്ലോ മിടുക്ക്. കാര്യം എന്തായാലും എനിക്ക് കറക്റ്റായിട്ട് നടന്നാൽ മതി. ആ അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? മിണ്ടിപ്പോരുത്. അവന്മാര് പ്ലാനിങ് തുടങ്ങിക്കഴിഞ്ഞു. ഇതൊരു വലിയ ഗൂഢാലോചനയാണ്. മുകളിൽ ഒരുത്തൻ എൻ്റെ റൂമിൽ ഇരിപ്പുണ്ട്. അവൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ എന്തോ.